മൂവ്മെൻ്റ് ഒരു മെഡിസിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ശരിയായ ഡോസേജിലല്ലെങ്കിൽ പണി കിട്ടും പിള്ളച്ച. നമ്മളൊരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ മരുന്നിൻ്റെ ഡോസേജ്, ഫ്രീക്വൻസി, ടൈമിങ് ഇതൊക്കെ നമ്മൾ എന്താണെന്ന് നോക്കും. ഇതേ കാര്യം എക്സസൈസിനും അപ്ലിക്കബിൾ ആണ്. മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്നാൽ മാറിക്കോളും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതരം വർക്കൗട്ട്സ്, ചാലഞ്ചസ്, കോപ്പി പേസ്റ്റ് എക്സസൈസ് ഇതൊന്നും എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. റിസർച്ചുകൾ പറയുന്നത് റൈറ്റ് ഡോസേജ് ഓഫ് എക്സസൈസ് പെയിൻ കുറയ്ക്കാനും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ശരിയായ ഡോസേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? എത്ര ലോഡ് നിങ്ങൾ എടുക്കുന്നു, അതായത് ഇൻറ്റൻസിറ്റി, എത്ര തവണ, എത്ര റിപ്പിറ്റേഷൻ, എത്ര സെറ്റ്സ് നിങ്ങൾ എടുക്കുന്നു, അതായത് വോളിയം, എത്ര സമയം നിങ്ങൾ എടുക്കുന്നു, ഡ്യൂറേഷൻ, ആഴ്ചയിൽ എത്ര ദിവസം നിങ്ങൾ എടുക്കുന്നു, അതായത് ഫ്രീക്വൻസി. ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. ഓരോരുത്തരുടെയും മൂവ്മെൻറ്റ് പാറ്റേണുകൾ വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ശരിയായ എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഫോളോ ചെയ്യൂ. ക്ലാരിറ്റിയോടുകൂടി സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മൂവ്മെൻറ്റ് ഈസ് മെഡിസിൻ, പക്ഷേ ശരിയായ ഡോസിലാണെങ്കിൽ മാത്രം. നോ ഗസ് വർക്ക്സ്, ഓൺലി സയൻസ് വർക്ക്സ്. താങ്ക് യു.